കോൺസ്റ്റിറ്റ്യൂഷൻ അധിഷ്ഠിതമായ എന്ത് രാഷ്ട്രീയമാണോ അതിൻ്റെ ആളാണ് ഞാൻ. ഒരു ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമയാണത്. പൊളിറ്റിക്സ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത്. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നേ ഉള്ളൂ. ഇത് കൈകാര്യം ചെയ്യുന്ന മറ്റു വിഷയങ്ങളുടെ കൂടെ രാഷ്ട്രീയവും ഒരു വിഷയമാവുന്നു എന്നേ ഉള്ളൂ. ഇത് ബേസിക്കലി ഹ്യൂമൻ ഡ്രാമയാണ് ഈ സിനിമ. ഒരു പ്രത്യേക ജനസിൽപ്പെട്ട സിനിമകളുടെ ഒരു എഴുത്തുകാരനല്ല ഞാൻ, അങ്ങനെ ആവാനും ആഗ്രഹിക്കുന്നില്ല. ഇത് എംബ്രാനെ പോലത്തെ ഒരു സിനിമയല്ല, അതൊരു റിയലിസ്റ്റിക് പ്ലെയിനിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിക്ടീഷ്യസ് ആയിട്ടുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമ ആയിരിക്കെ തന്നെ എംബ്രാന്റെ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന സിനിമയല്ല, എഴുതിയിരിക്കുന്ന സിനിമയല്ല. ഇത് ബേസിക്കലി ഒരു മലയാളം ഫിലിമാണ്. അഗെയിൻ ഇതിലെ ക്യാരക്ടേഴ്സ് അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. ഒരു പാൻ ഡ്രവീഡിയൻ സിനിമയാണ്. ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ, കോൺസ്റ്റിറ്റ്യൂഷൻ അധിഷ്ഠിതമായ എന്ത് രാഷ്ട്രീയമാണോ അതിൻ്റെ ആളാണ് ഞാൻ. ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത AK സാജൻ എഴുതിയ സിനിമയാണ്, അതിൽ അഭിനയിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് എഴുതുന്ന സിനിമ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഒരു സെഗ്മെന്റൽ ക്യാരക്ടറാണ്. ഒരു സെഗ്മെന്റിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പോർഷൻസ് മാത്രമേ അറിയുള്ളൂ ഈ സിനിമയിൽ. അപ്പം ഞാൻ സിനിമ കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാവരെയും പോലെ തന്നെ എങ്ങനെയായിരിക്കും ഈ സിനിമ വന്നിട്ടുണ്ടാവുക. അതൊരു പറഞ്ഞ പോലെ ഒരു വലിയ സിനിമയാണ്. നമ്മളൊരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് അതൊരു ചെറിയ പാട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ പൊളിറ്റിക്സിന് എതിരായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല എന്തായാലും ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കാര്യമായിട്ടൊന്നും ഇടപെടാറില്ല, കാരണം അറിയില്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ളതൊന്നും. ഇന്നലെയും അവിടെ പോയിട്ടോ അതിൽ കണ്ടിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിലിംഗ് എന്താണെന്ന് അറിയില്ല. മീഡിയയിൽ വരുന്നതാണ് എനിക്കും അറിയുന്നത്. പകുതി നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവും എന്നുള്ളത്. അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാതെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഇഷ്യൂ ഒക്കെ നടക്കുന്നത് നമ്മൾ കൂടുതൽ സംസാരിക്കാതെ ജനറൽ ബോഡിയിലൊക്കെയാണ്. ഇന്നലെ ആയിരുന്നല്ലോ നടന്നത്, ഉണ്ടായിട്ടില്ല. അതെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എപ്പോഴും ജനറൽ ബോഡിയിലാണ്. അപ്പൊ അതിൽ പങ്കെടുത്താലല്ലേ നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ we get excited, we get have that positive energy. ആ സീൻ കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സോ ആ സീനിൽ അഭിനയിക്കുമ്പോൾ we have this positive energy. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. അവരും കൂടെ ചേർന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾക്കും ഒരു കോൺഫിഡൻസ് വരും. അത് നന്നായി ചെയ്യണമെങ്കിൽ ഒരു തോട്ട് ഉണ്ടാവും. We don't want to mess up the